അപ്പം ഞങ്ങൾ പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടോ 1-2 മഴ പെയ്തപ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ. അപ്പം പിന്നെ നന്നായിട്ട് പെയ്താനുള്ള അവസ്ഥ പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ സ്ഥലം പരിചയമില്ലാത്തവർക്ക് ഇത് ശ്രീ തൃക്കുടമണ്ണ ശിവക്ഷേത്രം, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ മഹാശിവരാത്രി നടക്കുന്ന ക്ഷേത്രമാണിത്. എൻ്റെ സ്വന്തം നാട്. എല്ലാ കാലവർഷത്തും അമ്പലം മുങ്ങലുണ്ട്. അത് അമ്പലം ആറാട്ട് കഴിയാന്നാ പറയാ. ഇരുവഴിഞ്ഞിപ്പുഴ പേര് പോലെ തന്നെ ക്ഷേത്രത്തിന്റെ 2 വശത്തൂടെ ഒഴുകുന്ന സമയം കൂടിയാണിത്. തൃക്കുടമണ്ണ എന്നുള്ള പേര് വരാൻ തന്നെ ഒരു ഐതിഹ്യമുണ്ട്. ഞാൻ ഏകദേശം ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ശിവപാർവതി പരിണയത്തിന്റെ സമയത്ത് ധർമ്മഭ്രംശം നടക്കാനിടയായതുകൊണ്ട് മഹാദേവൻ അഗസ്ത്യ മഹർഷിയെ ദക്ഷിണദേശത്തേക്ക് അയച്ചു. പരമശിവൻ കയ്യിലൊരു ശിവലിംഗവും നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ കിഴക്കോട്ട് നീരൊഴുക്കുള്ള സ്ഥലത്ത് ശിവലിംഗവും തൃക്കുടയും വെച്ച് അദ്ദേഹം കുളിക്കാനിറങ്ങി. അവിടെ വെച്ച് ശിവപാർവതി പരിണയം ദർശിച്ചു. ആ തൃക്കുടയും ശിവലിംഗവും ഉറച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുടന്ന മണ്ണ് ശിവലിംഗത്തിന് ചുറ്റും കൂട്ടുകയും അത് അവിടെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എല്ലാ വർഷവും കുംഭമാസത്തിൽ നടത്തുന്ന മഹാശിവരാത്രിക്ക് അത്രയും ഭക്തജനങ്ങളാണ് ഇവിടെ ഉണ്ടാവാറ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.